കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. 1 കൊരിന്ത്യർ 11 അധ്യായം 1 അപ്പോസ്തലൻ പൗലോസ് പറയുന്ന എൻ്റെ അനുകാരികൾ ആകുവീൻ എന്ന വാക്യത്തിന്റെ അർത്ഥവും വ്യാപ്തിയും മനസ്സിലാക്കുവാനുള്ള ഒരു പഠനമാണിത്. വാക്യം ഇങ്ങനെയാണ്. 1 കൊരിന്ത്യർ 11:1 ഞാൻ ക്രിസ്തുവിന്റെ അനുകാരി ആയിരിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ അനുകാരികൾ ആകുവീൻ. വേദപുസ്തകത്തിലെ പുസ്തകങ്ങൾ അതിൻ്റെ എഴുത്തുകാർ എഴുതിയപ്പോൾ അതിനെ അധ്യായങ്ങൾ, വാക്യങ്ങൾ എന്നിങ്ങനെ തിരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെയുള്ള വിഭജനങ്ങൾ ഉണ്ടായത് നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ്. മൂലകൃതികളിൽ വിരാമചിഹ്നങ്ങളോ ഖണ്ഡികകളായ വിഭജനമോ വാക്കുകൾക്കിടയിൽ സ്ഥലമോ ഇല്ലായിരുന്നു. അതിനാൽ തിരുവെഴുത്തുകൾ പൊതുവേദികൾ വായിക്കുവാനായി അതിനെ അധ്യായങ്ങളായി വിഭജിക്കുവാനുള്ള ശ്രമം ശാസ്ത്രിമാർ 4-ാം നൂറ്റാണ്ടിൽ തന്നെ ആരംഭിച്ചിരുന്നു. എന്നാൽ പുതിയ നിയമത്തിന്റെ പുസ്തകങ്ങളിലെ അധ്യായങ്ങൾ വേർതിരിക്കുന്നത് ഏകദേശം 13-ാം നൂറ്റാണ്ടിലാണ്. 1205 സ്റ്റീഫൻ ലാങ്ടൺ എന്ന വ്യക്തി ലാറ്റിൻ ഭാഷയിലുള്ള പുതിയ നിയമത്തിലാണ് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന രീതിയിലുള്ള അധ്യായങ്ങൾ ക്രമീകരിച്ചത്. ഇദ്ദേഹം 1207 ജൂൺ 27 മുതൽ 1228 ജൂലൈ 9 അദ്ദേഹം മരിക്കുന്നത് വരെ ഇംഗ്ലണ്ടിലെ കാൻറ്റർബറിയിലെ ആർച്ച് ബിഷപ്പായി ശുശ്രൂഷ ചെയ്തിരുന്നു. 1180 മുതൽ ഏകദേശം 20 വർഷങ്ങൾ അദ്ദേഹം പാരീസ് യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകനായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 1551 ആദ്യമായി വാക്യങ്ങൾ തിരിച്ചുള്ള പുതിയ നിയമം പ്രസിദ്ധീകരിച്ചത്. അത് പാരീസിൽ ജീവിച്ചിരുന്ന ഒരു അച്ചടിശാല നടത്തിയിരുന്ന റോബർട്ട് സ്റ്റീഫാനസ് എന്ന വ്യക്തിയാണ് വാക്യങ്ങളായി തിരിച്ച ഗ്രീക്ക്, ലാറ്റിൻ ഭാഷകളിലുള്ള പുതിയ നിയമത്തിന്റെ പതിപ്പ് പ്രസിദ്ധീകരിച്ചത്. ഈ ക്രമീകരണമാണ് ഇന്നും നമ്മൾ ഉപയോഗിക്കുന്നത്. എബ്രായ ഭാഷയിലുള്ള പഴയ നിയമത്തെ വാക്യങ്ങളായി ക്രമീകരിച്ചത് AD 1148 ഒരു യഹൂദ റബിയായിരുന്ന നാഥാനാണ്. 1555 നാഥാന്റെ വാക്യങ്ങളുടെ ക്രമീകരണം ഉപയോഗിച്ച് റോബർട്ട് സ്റ്റീഫാനസ് പഴയ നിയമവും പ്രസിദ്ധീകരിച്ചു. 1382 പ്രസിദ്ധീകരിച്ച വൈക്ലിഫ്സ് ബൈബിളാണ് ആദ്യമായി ഇംഗ്ലീഷിൽ അധ്യായങ്ങൾ തിരിച്ചുള്ള ക്രമീകരണം ഉപയോഗിച്ചത്. അധ്യായങ്ങളും വാക്യങ്ങളും തിരിച്ച ആദ്യത്തെ ഇംഗ്ലീഷ് വേദപുസ്തകം 1560 പ്രസിദ്ധീകരിച്ച ജനീവ ബൈബിളാണ്. അതിനുശേഷം എല്ലാ വേദപുസ്തക പരിഭാഷകളും ഈ ക്രമീകരണം ഉപയോഗിക്കുന്നു. അധ്യായങ്ങളുടെയും വാക്യങ്ങളുടെയും വേർതിരിവ് പിഴവുകൾ ഇല്ലാത്തതല്ല. ചില വാക്യങ്ങൾ അതിപ്പോൾ ഉൾപ്പെട്ടിരിക്കുന്ന അധ്യായത്തിലല്ല വരേണ്ടത്, അത് അതിനു മുമ്പുള്ള അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് വരേണ്ടതാണ്. ഉദാഹരണത്തിന് 32-ാം അധ്യായത്തിലെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ 1-ാം അധ്യായത്തിന്റെ അവസാന ഭാഗമാണ്. 2-ാം അധ്യായത്തിലെ വിവരണം യഥാർത്ഥത്തിൽ 4-ാം വാക്യത്തോടെ മാത്രമേ ആരംഭിക്കുന്നുള്ളൂ. ഉൽപ്പത്തിയിലെ ആദ്യത്തെ 2 അധ്യായങ്ങൾക്കും വ്യത്യസ്തമായ സാഹിത്യ ശൈലിയും വ്യാപ്തിയും ഘടനാപരമായ രീതികളുമുണ്ട്. ഉൽപ്പത്തി 1-ാമത്തെ പുസ്തകം നമ്മുടെ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയാണ് വിവരിക്കുന്നത്. അത് തുടങ്ങുന്നത് തന്നെ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ്. 1-ാം അധ്യായത്തിൽ ആരംഭിച്ച സൃഷ്ടിപ്പിന്റെ 1-ാമത്തെ വിവരണം 2-ാം അധ്യായം 3-ാം വാക്യം വരെ നീളുന്നു. സൃഷ്ടിപ്പിന്റെ 2-ാമത്തെ വിവരണം ആരംഭിക്കുന്ന 2-ാം അധ്യായം 4-ാം വാക്യത്തോടെയാണ്. യഹോവയായ ദൈവം ഭൂമിയും ആകാശവും സൃഷ്ടിച്ച നാളിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചതിന്റെ ഉൽപ്പത്തി വിവരം. വയലിലെ ചെടിയൊന്നും അതുവരെ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല, വയലിലെ സസ്യമൊന്നും മുളച്ചിരുന്നതുമില്ല. അതായത് ഉൽപ്പത്തി 2-ാം അധ്യായത്തിലെ സൃഷ്ടിപ്പിന്റെ 2-ാമത്തെ വിവരണം ഭൂമിയുടെയും ഏദൻ തോട്ടത്തിന്റെയും മനുഷ്യരുടെയും ചരിത്രമാണ് പറയുന്നത്. ഇതുപോലെയുള്ള മറ്റൊരു വാക്യമാണ് 1 കൊരിന്ത്യർ 11:1. ഈ വാക്യം 10-ാം അധ്യായത്തിന്റെ അവസാന വാക്യമായി വരേണ്ടതാണ്. 10-ാം അധ്യായത്തിൽ പൗലോസ് ക്രിസ്തീയ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. അതിന്റെ ഉപസംഹാരമായാണ് അദ്ദേഹം നിങ്ങളും എൻ്റെ അനുകാരികൾ ആകുവീൻ എന്ന് പറയുന്നത്. ഒപ്പം അദ്ദേഹം ക്രിസ്തുവിന്റെ അനുകാരിയായിരിക്കുന്നു എന്നും പറയുന്നു. അനുകരിക്കുവാൻ യോഗ്യനായ ഒരു മാതൃകയായി അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തുക ആണ്. ഈ വാക്യത്തിൽ അനുകാരി എന്ന് പറയുവാൻ അപ്പോസ്തലൻ പൗലോസ് ഉപയോഗിച്ച ഗ്രീക്ക് പദം മിമെറ്റേസ് എന്നാണ്. ഈ വാക്കിന്റെ അർത്ഥം അനുകരിക്കുന്നവൻ, അനുകാരി, അനുഗമിക്കുന്നവൻ എന്നിങ്ങനെയാണ്. പുരാതന ഗ്രീക്ക് തത്വചിന്തകനായിരുന്ന അരിസ്റ്റോട്ടിൽ മനുഷ്യർ മറ്റു ജീവികളെ അനുകരിക്കുന്നതിനെ കുറിച്ച് പറയുവാൻ മിമെറ്റേസ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്.
ഉദാഹരണത്തിന് നേർത്ത നൂലുകൾ കൊണ്ട് വസ്ത്രം നെയ്യുവാൻ മനുഷ്യൻ പഠിച്ചത് ചിലന്തി വല നെയ്യുന്നത് അനുകരിച്ചാകാം. നെയ്തെടുക്കുന്ന എല്ലാ വസ്തുക്കളും നെയ്യുവാൻ മനുഷ്യർ പഠിച്ചത് ചിലന്തിയിൽ നിന്നോ സമാനമായി ജീവിക്കുന്ന മറ്റേതെങ്കിലും ജീവിയിൽ നിന്നോ ആകാം. സുരക്ഷിതമായ വീടുകൾ നിർമ്മിക്കാൻ ആശയം ലഭിച്ചത് പക്ഷികളുടെ കൂടുകളിൽ നിന്നാകാം. അതായത് മിമറ്റേഴ്സ് എന്ന വാക്കിൽ മറ്റൊരു ജീവിയിൽ നിന്നും ജീവിത രീതികൾ അനുകരിക്കുക, പ്രായോഗികമാക്കുക എന്ന അർത്ഥം ഉണ്ട്. പുരാതന ഗ്രീക്കിൽ കായിക അഭ്യാസികളെയും വീരപുരുഷന്മാരുടെ ധൈര്യത്തെയും ഗുരുക്കന്മാരെയും അനുകരിക്കുന്നതിനെ കുറിച്ച് പറയുവാനും മിമറ്റേഴ്സ് എന്ന വാക്ക് ഉപയോഗിക്കുമായിരുന്നു. യഹൂദരവിമാർ ദൈവത്തിന്റെ സാദൃശ്യം പ്രാപിക്കുക എന്ന അർത്ഥത്തിൽ ദൈവത്തെ അനുകരിക്കണമെന്ന് പഠിപ്പിക്കാറുണ്ടായിരുന്നു. അനുകാരികളാകുക എന്ന ആശയം പൗലോസും മറ്റു ചില ലേഖനങ്ങളിലും സന്ദർഭങ്ങളിലും പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ 4:16 ആകയാൽ എന്റെ അനുകാരികളാകുവീൻ എന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. എഫേസ്യർ 5:1 ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിൻ. അഗ്രിപ്പാ രാജാവിനോട് പൗലോസ് പറഞ്ഞ വാചകം ഇങ്ങനെയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 26:29 അതിന് പൗലോസ്, നീ മാത്രമല്ല ഇന്ന് എന്റെ പ്രസംഗം കേൾക്കുന്നവരെല്ലാവരും അല്പം കൊണ്ടാകട്ടെ അധികം കൊണ്ടാകട്ടെ ഈ ചങ്ങല ഒഴികെ എന്നെ പോലെ ആകണം എന്ന് ഞാൻ ദൈവത്തോട് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. 1 കൊരിന്ത്യർ 11:1 വാക്യം 10-ാം അധ്യായത്തിന്റെ അവസാനം വാക്യമായി വരേണ്ടതാണ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലോ. 10-ാം അധ്യായത്തിൽ പൗലോസ് ക്രിസ്തീയ സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ വിഷയം പൗലോസ് ആരംഭിക്കുന്നത് 1 കൊരിന്ത്യർ 10:23 33-ാം വാക്യത്തിലും ഇത് തുടരുന്നു. അതിന്റെ അടുത്ത വാക്യമായിട്ടാണ് 11:1 വാക്യം വരേണ്ടത്. ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം പൗലോസിന്റെ ലേഖനങ്ങളിലെ ഒരു മുഖ്യ വിഷയമാണ്. ഗലാത്യർ 5:1 സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. യഥാർത്ഥത്തിൽ പൗലോസ് ക്രിസ്തീയ സ്വാതന്ത്ര്യത്തെ കുറിച്ച് സംസാരിച്ചത് പ്രവൃത്തിയാലുള്ള നീതീകരണം എന്ന പ്രമാണത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ്. രക്ഷയും നീതീകരണവും കൃപയാൽ വിശ്വാസം മൂലം മാത്രം എന്നതാണ് അദ്ദേഹത്തിന്റെ പ്രധാന ഉപദേശം. പ്രവൃത്തിയാലുള്ള നീതീകരണം എന്ന നിയമത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം പാപത്തിൽ ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം അല്ല. 1 കൊരിന്ത്യർ 10 പൗലോസ് ആഹാരം കഴിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. എല്ലാ തരത്തിലുള്ള ഭക്ഷണവും കഴിക്കുവാൻ അദ്ദേഹത്തിന് നിയമപരമായ സ്വാതന്ത്ര്യമുണ്ട്. എങ്കിലും എല്ലാം ഭക്ഷിക്കുന്നത് പ്രയോജനമുള്ളതല്ല. സകലവും ആത്മീയ വർധന വരുത്തുന്നില്ല. എല്ലാ തരത്തിലുള്ള ഭക്ഷണവും കഴിക്കുന്ന രീതി സഭയ്ക്ക് ആത്മീയമായ ഗുണകരമല്ല. ഇതാണ് അദ്ദേഹത്തിന്റെ മുഖ്യ വാദം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ പൗലോസ് സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ട് എങ്കിലും സകലവും പ്രയോജനമുള്ളതല്ല എന്ന് 2 പ്രാവശ്യം പറയുന്നുണ്ട്. അത് 1 കൊരിന്ത്യർ 10:23 1 കൊരിന്ത്യർ 6:12 2 സ്ഥലത്തും ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്യരുത് എന്നാണ് അദ്ദേഹം പറയുന്നത്. 1 കൊരിന്ത്യർ 6:12 സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ട് എങ്കിലും സകലവും പ്രയോജനമുള്ളതല്ല. സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ട് എങ്കിലും ഞാൻ യാതൊന്നിനും അധീനൻ ഇല്ല. 1 കൊരിന്ത്യർ 6:12 10:23 എന്നീ വാക്യങ്ങളിലെ എനിക്ക് എന്ന പദം പുരാതന കയ്യെഴുത്ത് പ്രതികളിൽ കാണുന്നില്ല. ഗ്രീക്ക് ഭാഷയിലുള്ള വ്യാകരണം അനുസരിച്ച് സകലത്തിനും കർത്തവ്യമുണ്ട് എന്നത് കൊരിന്തിലെ സഭയിലെ വിശ്വാസികൾ പറയുന്ന വാചകമാണ്. അത് പൗലോസ് ഇവിടെ എടുത്തു പറയുകയാണ്. ഇത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ വാദമല്ല. അദ്ദേഹം ഇത് സഭയോട് പൊതുവെ പറയുന്നത് ആകുവാനാണ് സാധ്യത. പൗലോസിന്റെ ഉദ്ദേശം കൊരിന്ത്യരുടെ വാദത്തെ തിരസ്കരിക്കുക എന്നതാണ്. 1 കൊരിന്ത്യർ 6 ക്രിസ്തീയ സ്വാതന്ത്ര്യത്തെ കുറിച്ചുള്ള ചർച്ചയുടെ പശ്ചാത്തലം 1 കൊരിന്ത്യർ 5-ാം അധ്യായമാണ്. 5-ാം അധ്യായത്തിൽ പൗലോസ് കൊരിന്ത്യ സഭയിൽ ചില വിശ്വാസികളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ചില അശുദ്ധമായ ജീവിത രീതികളെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ട് എന്നതായിരുന്നു അവരുടെ വാദം. ക്രിസ്തീയ സ്വാതന്ത്ര്യം എന്ന പേരിൽ അവർ പാപത്തെ പോലും ന്യായീകരിച്ചു. അതായത് സകലതും നിയമപരമായി അവർക്ക് സ്വാതന്ത്ര്യമുള്ളതാണ് എന്ന് കൊരിന്ത്യയിലെ ചിലർ വാദിച്ചു. എന്നാൽ 5-ാം അധ്യായത്തിൽ ചർച്ച ചെയ്യുന്ന അധാർമികതയെ പൗലോസ് തള്ളിക്കളഞ്ഞു. ആ ദുഷ്ടനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളവീൻ എന്നതായിരുന്നു പൗലോസിന്റെ കൽപ്പന. അതിനാൽ സകലത്തിനും എനിക്ക് നിയമപരമായ സ്വാതന്ത്ര്യവും അധികാരമുണ്ട് എന്ന വാദത്തെ പൗലോസ് ഒരിക്കലും അംഗീകരിച്ചിരുന്നില്ല. 6-ാം അധ്യായത്തിൽ കൊരിന്ത്യയിലെ വിശ്വാസികൾക്കിടയിൽ ഐഹിക കാര്യങ്ങളെ കുറിച്ച് വ്യവഹാരം ഉണ്ടായി എന്ന് പൗലോസ് പറയുന്നു. ചിലർ സഹോദരന്മാരുടെ തന്നെ അന്യായം ചെയ്യുകയും നഷ്ടം വരുത്തുകയും ചെയ്തു.
ഈ വ്യവഹാരങ്ങൾ തീർക്കുവാൻ അവർ വിശുദ്ധന്മാരുടെ മുമ്പാകെ അല്ല അഭക്തന്മാരുടെ മുമ്പിൽ പോയി. തർക്കങ്ങൾ പരിഹരിക്കുവാൻ അവർ ലോകപരമായി ക്രമീകരിക്കപ്പെട്ട കോടതികളെ സമീപിച്ചു. ഇവിടെ സഹോദരൻ സഹോദരനോട് വ്യവഹരിക്കുന്നതിനെയും അവിശ്വാസികളുടെ മുമ്പിൽ പരിഹാരത്തിനായി പോകുന്നതിനെയും പൗലോസ് എതിർക്കുന്നു. അതിനു പകരം അന്യായം സഹിക്കുന്നതും നഷ്ടം ഏറ്റുകൊള്ളുന്നതുമാണ് ഏറെ നല്ലത് എന്നതാണ് പൗലോസിന്റെ അഭിപ്രായം. 1 കൊരിന്ത്യർ 6:12 സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ട് എന്ന കൊരിന്ത്യരുടെ വാദത്തെ സകലവും പ്രയോജനമുള്ളതല്ല, ഞാൻ യാതൊന്നിനും അധീനനാകുകയില്ല എന്ന മറുപടികളിലൂടെ പൗലോസ് എതിർക്കുകയാണ്. പൗലോസിന് സകലത്തിനും നിയമപരമായ സ്വാതന്ത്ര്യവും അധികാരവും ഉണ്ടെങ്കിലും സകലവും അദ്ദേഹത്തിന്റെ ആത്മീയ ജീവിതത്തിനോ സഭയുടെ ആത്മീയ വർധനവിനോ പ്രയോജനം ഉള്ളതല്ല. അദ്ദേഹം ഒന്നിനും അധീനൻ അല്ല. യാതൊന്നും അദ്ദേഹത്തെ കീഴടക്കുകയോ അടിമപ്പെടുത്തുകയോ നിയന്ത്രിക്കുകയോ ചെയ്യുകയില്ല. ഇവിടെ സ്വാതന്ത്ര്യത്തിന് ചില അതിർവരമ്പുകൾ വേണമെന്ന് അദ്ദേഹം ഉപദേശിക്കുകയാണ്. ക്രിസ്തുവിനുള്ള സ്വാതന്ത്ര്യം എന്തും ചെയ്യുവാനുള്ള അനുവാദമല്ല. സ്വാതന്ത്ര്യം നമ്മളെ പാപത്തിന്റെ അടിമയാക്കുവാൻ പാടില്ല. 1 കൊരിന്ത്യർ 10:23 സന്ദർഭം ജാതികൾ വിൽക്കുന്ന ആഹാര പദാർത്ഥങ്ങൾ വാങ്ങിക്കഴിക്കാമോ എന്ന ചോദ്യമാണ്. അവർ ഭക്ഷണം കഴിക്കുവാൻ ക്ഷണിച്ചാൽ അതിൽ പങ്കെടുക്കാമോ എന്നതും ചർച്ച ചെയ്യപ്പെടുന്നു. 10:1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത ഇസ്രായേൽ ജനം ദുർമോഹികളായി തീർന്നതിനാൽ ദൈവം അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് പൗലോസ് ഓർപ്പിക്കുന്നു. അതിനുശേഷമാണ് അദ്ദേഹം ആഹാരം കഴിക്കുന്നതിനെ കുറിച്ച് പറയുന്നത്. 19, 21 എന്നീ വാക്യങ്ങൾ ഇങ്ങനെയാണ്. 1 കൊരിന്ത്യർ 10:19 ഞാൻ പറയുന്നത് എന്ത്? വിഗ്രഹാർപ്പിതം വല്ലതുമാകുന്നുവെന്നോ വിഗ്രഹം വല്ലതും ആകുന്നു എന്നോ? 1 കൊരിന്ത്യർ 10:21 നിങ്ങൾക്ക് കർത്താവിന്റെ പാനപാത്രവും ഭൂതങ്ങളുടെ പാനപാത്രവും കുടിപ്പാൻ പാടില്ല. നിങ്ങൾക്ക് കർത്താവിന്റെ മേശയിലും ഭൂതങ്ങളുടെ മേശയിലും അംശികളാകുവാനും പാടില്ല. 25-ാം വാക്യത്തിൽ വിഗ്രഹാർപ്പിത വസ്തുക്കളിൽ നിന്നും വിഷയം അങ്ങാടിയിൽ വിൽക്കുന്ന ആഹാരത്തിലേക്ക് മാറുന്നു. 27-ാം വാക്യത്തിലെ വിഷയം ഒരു അവിശ്വാസി ഭക്ഷണത്തിന് ക്ഷണിച്ചാൽ എന്ത് ചെയ്യണം എന്നാണ്. 1 കൊരിന്ത്യർ 10:25 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. അങ്ങാടിയിൽ വിൽക്കുന്നത് എന്തെങ്കിലും മനസ്സാക്ഷി നിമിത്തം ഒന്നും അന്വേഷണം കഴിക്കാതെ തിന്നുവീൻ. ഭൂമിയും അതിന്റെ പൂർണ്ണതയും കർത്താവിന് ഉള്ളതല്ലോ. അവിശ്വാസികൾ ഒരുവൻ നിങ്ങളെ ക്ഷണിച്ചാൽ നിങ്ങൾക്ക് പോകുവാൻ മനസ്സുണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വിളമ്പുന്നത് എന്തായാലും മനസ്സാക്ഷി നിമിത്തം ഒന്നും അന്വേഷിക്കാതെ തിന്നുവീൻ. അതായത് വിഗ്രഹാർപ്പിതമായ ഭക്ഷ്യവസ്തുക്കൾ, അങ്ങാടിയിൽ വിൽക്കുന്ന ഭക്ഷണം, അവിശ്വാസി ക്ഷണിക്കുന്ന വിരുന്ന് സൽക്കാരം എന്നീ 3 ഭക്ഷണങ്ങളെയും പൗലോസ് പ്രത്യേകമായി കാണുന്നു. ഇതിൽ വിഗ്രഹങ്ങളുടെ ആരാധനയുമായി ബന്ധപ്പെട്ട ഭക്ഷണ വസ്തുക്കളെ അദ്ദേഹം വിലക്കുന്നു. ആഹാര വിഷയത്തിൽ പൗലോസ് ഉപദേശിക്കുന്ന സ്വാതന്ത്ര്യത്തെ പരിമിതപ്പെടുത്തുന്ന ഒന്നുണ്ട്. അത് ബലഹീനനായ ഒരുവന്റെ മനസാക്ഷിയാണ്. അതിനാൽ മറ്റൊരു വിശ്വാസി അങ്ങാടിയിൽ കിട്ടുന്നതോ വിരുന്നിന് ലഭിക്കുന്നതോ ആയ ഭക്ഷണം വിഗ്രഹാർപ്പിതം എന്ന് നിങ്ങളോട് പറഞ്ഞാൽ ആ വിശ്വാസി നിമിത്തവും അവന്റെ മനസാക്ഷി നിമിത്തവും തിന്നരുത്. ഈ വിഷയത്തിൽ പൗലോസിന്റെ ഉപദേശത്തെ അദ്ദേഹം ഇങ്ങനെയാണ് സംഗ്രഹിക്കുന്നത്. 1 കൊരിന്ത്യർ 10:31-32 വാക്യങ്ങൾ. ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും ദൈവത്തിന്റെ മഹത്വത്തിനായി ചെയ്യുവീൻ. യഹൂദന്മാർക്കും യവനന്മാർക്കും ദൈവസഭയ്ക്കും ഇടർച്ചയല്ലാത്തവരാകുവീൻ. ക്രിസ്തീയ സ്വാതന്ത്ര്യം ഉപയോഗിക്കുമ്പോൾ പാലിക്കപ്പെടേണ്ട 4 കാര്യങ്ങളാണ് പൗലോസ് ഇവിടെ പറയുന്നത്. സകലത്തിനും നിയമപരമായ സ്വാതന്ത്ര്യവും അധികാരമുണ്ടെങ്കിലും സകലവും ആത്മീയ വർധന വരുത്തുന്നില്ല. ഓരോരുത്തരും സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണം അന്വേഷിക്കട്ടെ. യഹൂദന്മാർക്കും യവനന്മാർക്കും ദൈവസഭയ്ക്കും ഇടർച്ച അല്ലാത്തവർ ആകുവീൻ. തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിന്റെ മഹത്വത്തിനായി ചെയ്യുവീൻ. ചുരുക്കി പറഞ്ഞാൽ സകലത്തിനും നിയമപരമായ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിലും വ്യക്തിപരമായും കൂട്ടുവിശ്വാസികൾക്കും സഭയ്ക്ക് പൊതുവെയും ആത്മീയ വർധനവ് വരുത്തുന്നത് മാത്രം ചെയ്യുക. ഈ വാക്യങ്ങളുടെ ഇടയിൽ 23, 24 വാക്യങ്ങളിലാണ് ക്രിസ്തീയ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പൗലോസ് പറയുന്നത്. 1 കൊരിന്ത്യർ 10:23, 24 വാക്യങ്ങൾ. സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ടെങ്കിലും സകലവും പ്രയോജനമുള്ളതല്ല. സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ടെങ്കിലും സകലവും ആത്മീയ വർധന വരുത്തുന്നില്ല. ഓരോരുത്തരും സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണം അന്വേഷിക്കട്ടെ. ഈ വാദങ്ങളുടെയും ചർച്ചയുടെയും അവസാനമായാണ് പൗലോസ് 11:1 പറഞ്ഞിരിക്കുന്ന വാക്യം എഴുതിയത്. 1 കൊരിന്ത്യർ 11:1 ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങളും എന്റെ അനുകാരികൾ ആകുവീൻ. ഇവിടെ അദ്ദേഹം ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം എങ്ങനെയാണ് വിനിയോഗിക്കേണ്ടത് എന്നാണ് പറയുന്നത്. അത് ക്രിസ്തു എങ്ങനെ വിനിയോഗിച്ചുവോ അതുപോലെ പൗലോസും വിനിയോഗിച്ചു. നമ്മളും അങ്ങനെ തന്നെ ചെയ്യുവീൻ എന്നാണ് അദ്ദേഹത്തിന്റെ ഉപദേശം.
സാന്ദ്രത്തെക്കുറിച്ചുള്ള ഈ ചർച്ച പൗലോസ് അവസാനിപ്പിക്കുന്നത് നിങ്ങളും എൻ്റെ അനുകാരികൾ ആകുവീൻ എന്ന ആഹ്വാനത്തോടെയാണ്. ഈ വാക്കുകൾ സാന്ദ്രത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ പരിമിതമല്ല, അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ തത്വശാസ്ത്രമാണിത്. അദ്ദേഹം യേശുക്രിസ്തുവിന്റെ അനുകാരിയാണ്. അതിനാൽ എല്ലാ ക്രിസ്തീയ വിശ്വാസികൾക്കും അദ്ദേഹത്തെ അനുകരിക്കാം. പൗലോസിനെ അനുകരിക്കുന്നവർ യേശുക്രിസ്തുവിനെ അനുകരിക്കുന്നവർ ആയിത്തീരും. എങ്ങനെയാണ് പൗലോസിനെ നമ്മൾ അനുകരിക്കേണ്ടത് എന്ന് അദ്ദേഹം 10:33-11 എന്നീ വാക്യങ്ങളിൽ പറയുന്നു. ഈ രണ്ട് വാക്യങ്ങളും തുടർച്ചയും ഒരേ വിഷയത്തെക്കുറിച്ചും ഉള്ളതും ആകുന്നതിനാൽ അത് നമ്മൾ ഒരുമിച്ച് വായിക്കേണ്ടതാണ്. ഞാനും എൻ്റെ ഗുണമല്ല, പലർ രക്ഷിക്കപ്പെടേണ്ടതിന് അവർ ഗുണം തന്നെ അന്വേഷിച്ചുകൊണ്ട് എല്ലാവരെയും എല്ലാം കൊണ്ടും പ്രസാദിപ്പിക്കുന്നുവല്ലോ. ഞാൻ ക്രിസ്തുവിന്റെ അനുകാരി ആയിരിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ അനുകാരികൾ ആകുവീൻ. പൗലോസ് മനുഷ്യരെ സന്തോഷിപ്പിക്കുന്നവനായിരുന്നു എന്ന് ഈ വാക്യത്തിന് അർത്ഥമില്ല. പലർ രക്ഷിക്കപ്പെടേണ്ടതിന് അവരെ ഗുണം തന്നെ അന്വേഷിച്ചുകൊണ്ട് എല്ലാവരെയും എല്ലാം കൊണ്ടും പ്രസാദിപ്പിക്കുന്നുവല്ലോ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പലർ രക്ഷിക്കപ്പെടേണ്ടതിന് എന്നതും അവരുടെ ഗുണം തന്നെ അന്വേഷിച്ചുകൊണ്ട് എന്നതുമാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം. പൗലോസ് സന്ദർശിച്ച മിക്കവാറും എല്ലാ പട്ടണങ്ങളിലെയും ജനങ്ങൾ അദ്ദേഹത്തിന് മുമ്പ് ഒരു ക്രിസ്ത്യാനിയെ കണ്ടിട്ടില്ല. ഒരു ക്രിസ്ത്യാനി ആരാണ് എന്ന് അവർ ആദ്യമായി മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെയാണ്. അതിനുശേഷം മാത്രമേ ഉപദേശങ്ങൾ വരുന്നുള്ളൂ. അദ്ദേഹം പഠിപ്പിച്ചത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കാണാമായിരുന്നു. യേശുക്രിസ്തുവിന്റെ ഉപദേശം പ്രസംഗിക്കപ്പെടുന്ന തത്വശാസ്ത്രം മാത്രമല്ല, വ്യക്തികളെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവശക്തിയുമാണ്. ഈ രൂപാന്തരമാണ് പൗലോസിൽ ജനങ്ങൾ കണ്ടത്. ഞാൻ ക്രിസ്തുവിന്റെ അനുകാരി ആയിരിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ അനുകാരികളാകുവിൻ എന്ന വാക്കുകളിലൂടെ പൗലോസ് സാക്ഷിക്കുന്നത് അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ചാണ്. അദ്ദേഹത്തിന്റെ ജീവിതം യേശുക്രിസ്തുവിന്റെ അനുകരണമായിരുന്നു. ഈ വാക്യത്തിന്റെ പ്രത്യേക സന്ദർഭത്തിൽ അത് യേശുക്രിസ്തുവിലുള്ള സാന്ദ്രത്തെ കുറിച്ചാണ്. എന്നാൽ ഇതേ ചിന്ത അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ സമ്പൂർണ്ണ തത്വശാസ്ത്രമായും നമുക്ക് കാണാം. സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിൽ മാത്രം അദ്ദേഹം യേശുക്രിസ്തുവിന്റെ അനുകാരിയാണ് എന്ന് പറയുക സാധ്യമല്ല. ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം യേശുവിന്റെ അനുകാരി ആയിരുന്നു. നിങ്ങളും എൻ്റെ അനുകാരികളാകുവിൻ എന്ന് പറയുവാനുള്ള പ്രാഗൽഭ്യം പൗലോസിനുണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ ലക്ഷ്യം ശരിയായതായിരുന്നു. അദ്ദേഹത്തിന്റെ വഴി ലക്ഷ്യത്തിലേക്ക് ഉള്ളത് ആയിരുന്നു. അദ്ദേഹം ശരിയായ വഴിയിലൂടെ മുന്നോട്ട് പോവുകയായിരുന്നു. ഒരു നല്ല ഇടയന് എപ്പോഴും സുരക്ഷിതമായ ലക്ഷ്യങ്ങളുണ്ട്. അതിലേക്കുള്ള ശരിയായ മാർഗം അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം ആ വഴിയിലൂടെ മുന്നോട്ട് നടന്ന് പിന്നിലുള്ളവരെ വഴി കാണിക്കും. ഇവിടെ പൗലോസ് പറയുന്നത് എന്നെ നോക്കരുത്, യേശുവിനെ മാത്രം നോക്കുക, യേശുവിനെ മാത്രം നോക്കി യാത്ര ചെയ്യുക എന്നല്ല. എൻ്റെ ജീവിതത്തിൽ നിന്നും പഠിക്കരുത്, ഞാൻ പറയുന്നത് മാത്രം പഠിക്കുക എന്നതല്ല പൗലോസിന്റെ ഉപദേശം. അദ്ദേഹത്തിന്റെ പഠിപ്പിക്കലുകളെയും ജീവിതത്തെയും അനുകരിക്കുവാനാണ് പൗലോസ് പറയുന്നത്. യേശു നടന്ന വഴിയിലൂടെയാണ് അദ്ദേഹം നടക്കുന്നത് എന്ന് തീർച്ച ഉണ്ടായിരുന്നതിനാൽ അദ്ദേഹത്തെ അനുഗമിക്കുവാൻ മറ്റുള്ളവരോട് പറയുകയാണ്. അദ്ദേഹത്തെ അനുഗമിച്ചാൽ നമ്മൾ യേശുവിനെ അനുഗമിക്കുന്നവരാകും. ഇതാണ് അദ്ദേഹത്തിന്റെ പ്രാഗൽഭ്യം. വേദപുസ്തകം യേശുക്രിസ്തുവിനെ ഒഴികെ പഴയ നിയമത്തിലെയോ പുതിയ നിയമത്തിലെയോ ഒരു വ്യക്തിയെയും പരിപൂർണരായി ചിത്രീകരിക്കുന്നില്ല. പൗലോസും പരിപൂർണനല്ല. എന്നാൽ ദൈവരാജ്യം സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ യാത്രയും ലക്ഷ്യവും ശരിയായിരുന്നു. ഫിലിപ്പിയർ 3:11-14 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് അദ്ദേഹത്തിന്റെ ആത്മീയ യാത്രയെക്കുറിച്ചും അതിന്റെ ലക്ഷ്യത്തെക്കുറിച്ചും പറയുന്നു. മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കാമെന്ന് വെച്ച് ക്രിസ്തു നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവർ എന്ന് എണ്ണുന്നു എന്നതാണ് അദ്ദേഹം അവിടെ പറയുന്നത്. പിമ്പിലുള്ളത് മറന്ന് മുമ്പിലുള്ളത് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിലേക്കായി ഓടുന്നു എന്നും അദ്ദേഹം അവിടെ പറയുന്നുണ്ട്. ഈ ഓട്ടത്തിൽ നമ്മുടെ ആത്മീയമായ നടത്തിയവരുടെ വിശ്വാസത്തെ അനുകരിക്കണമെന്ന് എബ്രായർ 13:7 നമ്മളെ ഉപദേശിക്കുന്നു. ഒരു വ്യക്തിപരമായ ചോദ്യത്തോടെ ഈ പഠനം ഞാൻ അവസാനിപ്പിക്കട്ടെ. പൗലോസിനെ പോലെ ഞാൻ ഈ ക്രിസ്തുവിന്റെ അനുകാരി ആയിരിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ അനുകാരികളാകുവിൻ എന്ന് പറയുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മുടെ ആത്മീയ യാത്ര ശരിയായ മാർഗത്തിലൂടെയാണ് എങ്കിൽ അത് ദൈവരാജ്യത്തിൽ നമ്മളെ എത്തിക്കുമെന്ന് നമുക്ക് തീർച്ചയുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കും പൗലോസിനെ പോലെ എൻ്റെ അനുകാരികളാകുവീൻ എന്ന് പറയുവാൻ കഴിയും. അങ്ങനെ മറ്റുള്ളവരോട് പറയുവാൻ നമുക്ക് കഴിയുന്നില്ല എന്നെങ്കിൽ അതിന്റെ അർത്ഥം നമ്മുടെ പാത ശരിയായിട്ടുള്ളതല്ല. നമ്മൾ പോകുന്ന വഴിയിലൂടെ പോയാൽ ദൈവരാജ്യത്തിൽ എത്തിച്ചേരുകയില്ല എന്നതാണ്. അത് കുരുടനെ വഴികാട്ടുന്നത് പോലെ ആയിരിക്കും. യേശുവിന്റെ ഒരു ഉപദേശവും നമുക്ക് അപ്രാപ്യമല്ല. അഭ്യാസം തികഞ്ഞവർ എല്ലാം ഗുരുവിനെ പോലെ ആകും. അവസാനമായി ഒരു വാചകം കൂടെ പറയട്ടെ.
പൗലോസിന്റെ ഉപദേശം ജീവിതത്തിൽ പകർത്തുവാൻ നമ്മുടെ സ്വയം പരിശ്രമത്താൽ സാധ്യമല്ല. പരിശുദ്ധാത്മാവിൽ പൂർണ്ണമായി ആശ്രയിക്കുകയാണ് ഏകമാർഗം. അതിനായി ദൈവം നിങ്ങളെ ശക്തീകരിക്കട്ടെ, നിങ്ങളെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.